നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അക്രമ രാഷ്ട്രീയത്തിൽ CPM-ഉം BJP-യും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് രാമന്തളിക്കുന്നിരവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതതീവ്രവാദം തടയുക, നാടിനെ സംരക്ഷിക്കുക. CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി സൗഹാർദ്ദ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് വാർത്താ തുണയായി പെരുവാമ്പ കാരപ്പള്ളി റോഡിന് ശാപമോക്ഷമാകുന്നു. എരിപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ ട്രാൻസ്ഫോമർ റോഡരികിൽ സ്ഥാപിക്കാൻ ശ്രമം കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളുമായി കുടുംബശ്രീ എത്തുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ ജനാധിപത്യം കൈവരിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹിക ജനാധിപത്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അക്രമ രാഷ്ട്രീയത്തിൽ CPM-ഉം BJP-യും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും രാമന്തളിക്കുന്നിരവിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തിന്റെ പേരിലാണെങ്കിലും, എന്ത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും ഈ പരസ്പരമുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയും വളർത്തില്ല, പാർട്ടികളെ തളർത്തുകയേ ചെയ്യുള്ളൂ. ജനാധിപത്യത്തോടും രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസവും ജനങ്ങൾക്കുള്ള പുച്ഛവും വർദ്ധിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം കൊണ്ട് ഏതെങ്കിലും ഈ രണ്ടുപേരെ കൊന്നതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? RSS-ഉം CPM-ഉം ഒരുപോലെ ചിന്തിക്കേണ്ടത്. ഞാൻ അസംബ്ലിയിൽ വാക്കൗട്ട് നടത്തുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചതാണ് കാര്യം. ഈ രണ്ടുപേരുടെ കൊലപാതകം കൊണ്ട് CPM-ഓ BJP-യോ എന്തെങ്കിലും RSS-ഓ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയോ? സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഇല്ലാത്തതാണ് ഇന്ന് കാണുന്ന അസമത്വത്തിന് കാരണം. രാഷ്ട്രീയപരമായ ജനാധിപത്യം നേടിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യപരമായ ജനാധിപത്യം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്നും സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകാൻ പോരാട്ടം ശക്തമാക്കേണ്ട കാലഘട്ടമാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജാതിമത രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തുന്ന അക്രമങ്ങൾ രാജ്യത്തിന് നാണക്കേടാണ്. കൊലപാതക രാഷ്ട്രീയം പ്രബുദ്ധ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കണം. അക്രമം കൊണ്ട് രാഷ്ട്രീയ വിജയം നേടാൻ കഴിയില്ലെന്നും അതുകൊണ്ട് BJP CPM നേതാക്കൾ ആയുധം താഴെ വെക്കണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കോരൻ മാസ്റ്ററെ രമേശ് ചെന്നിത്തല പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, MP ഉണ്ണികൃഷ്ണൻ, M നാരായണൻകുട്ടി, V കൃഷ്ണൻ മാസ്റ്റർ, K ബ്രിജേഷ് കുമാർ, ലളിത ടീച്ചർ, അത്തായി പത്മനി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മതതീവ്രവാദം തടയുക, നാടിനെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി വക സൗഹാർദ്ദ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്തു. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും എല്ലാം ഇത്തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ വളർന്ന് വരുന്നതിന് ഒരു കാരണം അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ്. ഇനി ആസാദ് ഗവൺമെന്റ് സിറിയയിൽ ഒരു പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ അധ്വാനിക്കുന്നവരും കർഷകരും തൊഴിലാളികളുമായ ജനവിഭാഗത്തിനെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കണമെന്ന താല്പര്യത്തോടു കൂടി സ്വന്തം കാര്യത്തിനു വേണ്ടി താലിബാൻ പോലുള്ള തീവ്രവാദ സംഘടനയെ പ്രോത്സാഹിപ്പിച്ചത് അമേരിക്കയാണെന്നും ഇപ്പോൾ മാല പോലെ വളർന്ന താലിബാൻ അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കുകയാണെന്നും PK ശ്രീമതി ടീച്ചർ MP പറഞ്ഞു. IS-ന്റെ പേരിൽ അസ്വസ്ഥത സൃഷ്ടിച്ച തൃക്കരിപ്പൂരിൽ നടത്തിയ സമാധാന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. P കരുണാകരൻ MP, മുൻ MLA K കുഞ്ഞിരാമൻ, VPP മുസ്തഫ, MV കോമൻ നമ്പ്യാർ, PP രാജീവൻ, P രാഘവൻ, KV ജനാർദ്ദനൻ, P ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി തങ്കേമുക്കിൽ നിന്നും ആരംഭിച്ച സമാധാന റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് വാർത്താ തുണയായി പെരുവാമ്പ കാരപ്പള്ളി റോഡിന് ശാപമോക്ഷമാകുന്നു. റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പെരുവാമ്പ കാര്യപ്പള്ളി റോഡിന്റെ തകർച്ചയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2013-14 വർഷത്തെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് പൈപ്പ് കൾവട്ട് നിർമ്മിച്ചതാണ് റോഡിന് തിരിച്ചടിയായത്. എന്നാൽ നിർമ്മാണം കഴിഞ്ഞ് വർഷമൊന്നു കഴിഞ്ഞിട്ടും റോഡ് ടാർ ചെയ്യാൻ അധികാരികൾ തയ്യാറായില്ല. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ പ്രതികരിച്ചു. അതിൻ്റെ ഒരു വാർത്ത ഞാൻ നെറ്റ്വർക്കിൽ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടി എന്നത് കഴിഞ്ഞ തവണ കൾവർട്ട്
നിർമ്മിക്കുകയും അതിൻ്റെ മേലെ മണ്ണിട്ട് നികത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മണ്ണ് ഉറച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മേലേട്ട് അറിയാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ഇത്തവണത്തേക്ക് അത് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മഴ പെയ്തപ്പം അല്പം ചെളിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നടപടി എന്ന നിലയിൽ ഇപ്പോൾ കോറ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. കോറ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ പുതിയ പദ്ധതിയിൽ റോഡ് റീടാറിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാൻ. ന്യൂസ് ബ്യൂറോ പിലാത്ര. എരിപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്കുള്ള ട്രാൻസ്ഫോമർ റോഡരികിൽ സ്ഥാപിക്കാൻ ശ്രമം. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ അപകടം വരുത്തുമെന്ന ഭീതിയിലാണ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നത്. എരിപുരം പഴയങ്ങാടി റോഡരികിൽ മാടായിപ്പള്ളി ഖബർസ്ഥാന് സമീപത്താണ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വൈദ്യുതി നൽകുന്നതിനാണ് റോഡരികിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടായിട്ടും ട്രാൻസ്ഫോമർ റോഡരികിൽ ഫുട്പാത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി. ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനായി ഇലക്ട്രിക് തൂണുകൾ സ്ഥാപിച്ചപ്പോൾ തന്നെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ KSEB അധികൃതരുടെ നിർദ്ദേശപ്രകാരം പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു. ശക്തമായ പ്രതിഷേധമുണ്ടായില്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഇവിടെ തന്നെ സ്ഥാപിക്കും. ഇത് ഭാവിയിൽ നിരവധി അപകടങ്ങൾക്ക് കാരണമാകും. നടപ്പാതയോട് ചേർന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത്. വേനൽക്കാലത്ത് ഖബർസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് തീപിടുത്തം പതിവാണ്. ഇത് വൻ അപകടങ്ങൾക്കും കാരണമാകും. ട്രാൻസ്ഫോമർ യാതൊരു കാരണവശാലും ഇവിടെ സ്ഥാപിക്കരുതെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ കെ വെളുത്തമ്പൂ നഗറിൽ തുടക്കമായി. KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ജോലിയെ സംബന്ധിച്ച് സുരക്ഷിതത്വമില്ലാത്ത അധ്യാപക സമൂഹത്തെ സുരക്ഷിതത്വമുള്ളവരാക്കി മാറ്റിയ അധ്യാപക പാക്കേജും ഉത്തരവും എല്ലാം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ശമ്പളം കൊടുത്തു. ആ സംരക്ഷിത അധ്യാപകർക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ വരെയും ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് തോമസ് ഐസക് പറയുന്നത് ഖജനാവിൽ കാശില്ലാന്നാണ്. ഇന്നലെ ഒരു ഉപദേഷ്ടാവിനെ നിയമിച്ചു. UDF ഗവൺമെന്റ് ശമ്പളം കൊടുത്ത 3000-ലധികം വരുന്ന സംരക്ഷിത അധ്യാപകർക്ക് ഈ ദിവസം വരെയും ശമ്പളം കൊടുത്തില്ല എന്നുള്ളതാണ് LDF ഗവൺമെന്റിന്റെ ശരിയാക്കൽ എന്നാണ് അനുഭവമെന്നും അധ്യാപകർക്ക് വേണ്ടി അധ്യാപക പാക്കേജുകളടക്കം വളരെയധികം സംരക്ഷണം നൽകിയ UDF ഗവൺമെന്റിന് വേണ്ടി അധ്യാപകർ എന്ത് ചെയ്തുവെന്ന് വിഷ്ണുനാഥ് ചോദിച്ചു. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലെത്തുമ്പോൾ ഖജനാവ് കാലിയാണെന്ന് പറയുന്ന ധനമന്ത്രി പുതിയ ഉപദേഷ്ടാവിനെ സൃഷ്ടിക്കാനുള്ള നീക്കത്തിലും അവർക്ക് ശമ്പളം കൊടുക്കുവാനും ഖജനാവ് നോക്കുന്നില്ലെന്നും വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. TK ഉജിൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PK ഫൈസൽ, KP പ്രകാശൻ, P കുഞ്ഞിക്കണ്ണൻ, KV ഗംഗാധരൻ, V കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചന്തപ്പുരം മുതൽ മാതമംഗലം വരെയുള്ള മെക്കാഡം റോഡ് തകർന്നു. പ്രവൃത്തി നടത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ റോഡ് തകർന്നത് പ്രതിഷേധത്തിനിടയാക്കുകയാണ്. PWD ഫണ്ട് ഉപയോഗിച്ചാണ് 3.75 കോടി രൂപ ചെലവിൽ ചന്തപ്പുരം മുതൽ മാതമംഗലം സ്കൂൾ സ്റ്റോപ്പ് വരെ 4 കിലോമീറ്റർ മെക്കാഡം ടാറിംഗ് നടത്തിയത്. അടുത്ത വർഷം ഈ ടാറിങ്ങിന് മുകളിലൂടെ ഒരു കോട്ടിങ്ങും കൂടി വരാനുണ്ടെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും റോഡ് പൂർണ്ണമായും തകരാനാണ് സാധ്യത. റോഡ് ടാറിംഗ് നടത്തിയിട്ട് 2 മാസമേ ആയുള്ളൂ. ഈ കാലയളവിൽ തന്നെ റോഡ് തകർന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകിയപ്പോൾ മറ്റു ഭാഗങ്ങളിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോഴേക്കും റോഡ് പൂർണ്ണമായും തകരുമോ എന്ന ഭീതിയിലാണ് ഡ്രൈവർമാരും നാട്ടുകാരും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. BMS സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ മേഖലാ കൺവെൻഷൻ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മണിരാജ് ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ വീടിൻ്റെ ഒരു ചില്ല് പോലും ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പരിവാർ പ്രസ്ഥാനങ്ങളുടെ ആളുകളെ തെരഞ്ഞെടുപ്പിച്ച് ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആശയത്തെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണ്. പറഞ്ഞു വരുന്നത് സമൂഹ നന്മയ്ക്കായി തൊഴിലാളി ശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BMS സ്ഥാപക ദിനം പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ K വിജയൻ അധ്യക്ഷത വഹിച്ചു. സജീവ് കുമാർ MP മുഖ്യപ്രഭാഷണം നടത്തി. KV കരുണാകരൻ, MV അജയചന്ദ്രൻ, PP സുമേഷ്, KP രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മാടായിപ്പാറയിൽ നീലവസന്തം. മാടായിപ്പാറയ്ക്ക് നിറപ്പകിട്ടേകി ഇക്കുറിയും കാക്കപ്പൂക്കൾ വിരിഞ്ഞു. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയെ നീലപ്പെട്ട് വിരിയിച്ച ഇക്കുറിയും കാക്കപ്പൂക്കൾ മിഴിതുറന്നു. മഴ പെയ്ത് പാറ കുളിർത്തതോടെയാണ് മാടായിപ്പാറയിൽ വസന്തം വിരുന്നെത്തിയത്.
ജൂൺ ജൂലൈ മാസങ്ങളിലാണ് യൂട്ടിക്കുലേറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കാക്കപ്പൂക്കൾ വിരിയുന്നത്. ഇത്തവണ മഴ കുറവായതിനാൽ പൂക്കളും കുറവാണ്. മാടായിക്കാവിന് സമീപത്താണ് പാറയെ നീലക്കുപ്പായമണിയിച്ച് കാക്കപ്പൂക്കൾ വിരിഞ്ഞത്. നീലത്തൊപ്പിക്കാരനായ ചൂത്, പാറനീലി, ആകാശനീലി, എള്ളിൻപൂ, കുഞ്ഞിക്കോളാമ്പി എന്നീ പൂക്കളും മാടായിപ്പാറയിൽ വിരിഞ്ഞു നിൽക്കുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് 4 പൂക്കാലമുണ്ട് ഇവിടെ. മാടായിപ്പാറയിലെ അനധികൃത കയ്യേറ്റങ്ങളും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടിക്കുന്നതും പൂക്കളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ദേവസ്വം അധികൃതർക്ക് സാധിക്കുന്നുമില്ല. മിക്ക കേസുകളിലും തോറ്റുകൊടുക്കുന്ന സമീപനമാണ് ദേവസ്വത്തിൻ്റേതെന്ന ആക്ഷേപവുമുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കു വേണ്ടിയും മാടായിപ്പാറയെ നമുക്ക് കാത്തുസൂക്ഷിക്കാം. മാടായിപ്പാറയിലെ നീലവസന്തം കാണാൻ നിരവധി പേരാണ് മാടായിപ്പാറയിലെത്തുന്നത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നടപ്പിലാക്കുന്ന പൊലിവ് പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത ഉദ്ഘാടനം ചെയ്തു. ഏഴോം പഞ്ചായത്തിൽ CDSന്റെ നേതൃത്വത്തിലാണ് ഈ പച്ചക്കറി കൃഷിയുടെ നടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇത് നമ്മുടെ പൊലിവ് എന്ന ഒരു പദ്ധതിയാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോരോ അയൽക്കൂട്ടും 3 സെൻറ്റ് സ്ഥലത്തെങ്കിലും പച്ചക്കറി നടണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് CDS ഇതുപോലെ ഈ സ്ഥലത്ത് പച്ചക്കറി കൃഷി നടാൻ വേണ്ടി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓരോ കുടുംബശ്രീയിലും 3 സെന്റ് സ്ഥലത്ത് കൃഷി നടത്തും. പഞ്ചായത്തിലെ 170ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷി നടത്തും. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കുടുംബശ്രീ ചെയർപേഴ്സൺ KN ഗീത പറഞ്ഞു. ഇതിന്റെ വിളവെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. കൃഷി അസിസ്റ്റന്റ് രാമകൃഷ്ണൻ മാവില വീട്, PP റീത്ത, V പ്രസീജ, KV ശോഭന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഓണത്തിന് വിഷരഹിത പച്ചക്കറിയുമായി കുടുംബശ്രീ എത്തുന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള പച്ചക്കറി കൃഷി ആരംഭിച്ചു. വിഷരഹിത പച്ചക്കറി കൂട്ടി ഓണമുണ്ണാൻ കുടുംബശ്രീ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കുടുംബശ്രീ മിഷൻ നടപ്പിലാക്കുന്ന പഞ്ചശീല കാർഷിക ആരോഗ്യ സംസ്കരണ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് കൃഷി. വഴുതിന, വെണ്ട, പയർ, കോവൽ എന്നുവേണ്ട ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവർ നട്ടുകഴിഞ്ഞു. കുറഞ്ഞത് 3 സെൻറ്റെങ്കിലും ഒരു ഗ്രൂപ്പ് പച്ചക്കറി കൃഷി ചെയ്യണം. 5 പേരടങ്ങുന്നതാണ് ഒരു ഗ്രൂപ്പ്. ഓണവിപണിയിൽ കുടുംബശ്രീ നടത്തിവരുന്ന ഓണച്ചന്തകളിലും പ്രാദേശിക തലങ്ങളിലും വിളവെടുക്കുന്ന പച്ചക്കറികൾ വിപണനം നടത്തും. അന്യസംസ്ഥാനത്തു നിന്നെത്തുന്ന പച്ചക്കറിയുടെ അളവ് കുറച്ചുകൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 1 ഏക്കറിൽ 1 ടൺ എന്ന കണക്കിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ശുദ്ധജലം, മാലിന്യ സംസ്കരണം, വൃത്തിയുള്ള അന്തരീക്ഷം, നല്ല ആരോഗ്യം എന്നീ ശീലങ്ങൾ ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ മിഷൻ പഞ്ചശീല കാർഷിക ആരോഗ്യ സംസ്കരണ പ്രചരണ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിഷരഹിത പച്ചക്കറി കൃഷി വ്യാപകമാക്കും. ഓരോ കുടുംബത്തിനും ആവശ്യമായ ആഹാര പദാർത്ഥങ്ങൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശ്യവും ഈ പദ്ധതിക്കുണ്ട്. പലയിനം പച്ചക്കറികളാണ് ഇപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളത്. അതായത് വെണ്ട, ചീര, പച്ചമുളക് എന്നിവയാണ് ഇപ്പോൾ ധാരാളമായി കൃഷി ചെയ്തിട്ടുള്ളത്. അന്യ സംസ്ഥാനത്തുള്ള പച്ചക്കറികളെ ആശ്രയിക്കാതെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അനാരോഗ്യമായ ജീവിതശൈലി ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട ജീവിതശൈലിയിലേക്ക് കുടുംബശ്രീ അംഗങ്ങളെ ഉയർത്തുക എന്നതും ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. താവം ശ്രീശക്തി ടാക്കീസ് റോഡരികിൽ മാലിന്യം തള്ളി. കെട്ടിടാവശിഷ്ടങ്ങളും ബാർബർ ഷോപ്പിൽ നിന്നുള്ള മാലിന്യങ്ങളുമാണ് നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത്. താവം ശ്രീശക്തി ടാക്കീസ് ദാലിൽ റോഡരികിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയതാണെന്ന് കരുതുന്നു. ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടിയുടെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യം, കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവയാണ് തള്ളിയിരിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവും വമിക്കുന്നു. മാലിന്യ നിക്ഷേപം പ്രദേശത്തെ കണ്ടൽക്കാടുകൾക്കും ഭീഷണിയാകുന്നു. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇത് പ്രദേശത്ത് പകർച്ചവ്യാധി പടർന്നു പിടിക്കാനും കാരണമാകും. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാനൊരുങ്ങി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച തുടക്കമാകും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്, ചന്തേര ജനമൈത്രി പോലീസ്, തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി, ഉടുമ്പൻതല പ്രാഥമികാരോഗ്യ കേന്ദ്രം, പാൻടെക്, മൈഗ്രെയിൻ സുരക്ഷ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡ് നൽകുന്നതിൻ്റെ ഭാഗമായി ജൂലൈ 24, 31, ആഗസ്റ്റ് 7 തീയതികളിലായി
തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷനും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. 2 മുതൽ 8 വരെ വാർഡുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ജൂലൈ 24-നും 9 മുതൽ 15 വരെ വാർഡിലുള്ളവർക്ക് ജൂലൈ 31-നും മറ്റു വാർഡിൽപ്പെട്ടവർക്ക് ആഗസ്റ്റ് 7-നുമായിട്ടാണ് ക്യാമ്പ്. 24-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന വൈദ്യപരിശോധനാ ക്യാമ്പിൽ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അഷ്കർ അലിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഇതര സംസ്ഥാന തൊഴിലാളികളെ പരിശോധിക്കും. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഫിംഗർ പ്രിന്റ് എടുക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ക്യാമ്പിൽ നടക്കും. ഫിംഗർ പ്രിന്റ് എടുത്തതിനു ശേഷമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഹെൽത്ത് കാർഡ് നൽകുന്ന നടപടി കേരളത്തിൽ ഇതാദ്യമാണ്. ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഹെൽത്ത് കാർഡ് നൽകുന്ന നടപടി കേരളത്തിൽ ഇതാദ്യമാണ്. മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ക്യാമ്പിൽ പങ്കെടുപ്പിക്കുവാൻ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, കരാറുകാർ, വാടക കെട്ടിട ഉടമകൾ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണെന്നും സന്നദ്ധ സംഘടനകളുടെ സജീവമായ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണെന്നും പഞ്ചായത്ത് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് VP ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ, വൈസ് പ്രസിഡന്റ് N സുകുമാരൻ, P തമ്പാൻ നായർ, സത്താർ വടക്കുംപാട്, K സബിൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ യുവാവ് കനിവ് തേടുന്നു. ഗുരുതരമായ മസ്തിഷ്ക രോഗം ബാധിച്ച് കണ്ടോത്ത് നോർത്തിലെ പരേതനായ പാഞ്ചാലി കുഞ്ഞിരാമൻ മൈച്ചാച്ചിരി ദമ്പതികളുടെ മകനായ മൈച്ച രവീന്ദ്രനാണ് ഉദാരമതികളുടെ കാരുണ്യം തേടുന്നത്. ഗുരുതരമായ മസ്തിഷ്ക രോഗം ബാധിച്ച് 2 മാസത്തോളമായി മംഗലാപുരം KMC ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ഇദ്ദേഹം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് മുകളിൽ രൂപപ്പെട്ട വീക്കം മസ്തിഷ്ക രോഗമായി പരിണമിക്കുകയായിരുന്നു. ഓപ്പറേഷൻ വിജയകരമായി നടത്തിയെങ്കിലും നാളിതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. വിദഗ്ധ ചികിത്സ തുടർച്ചയായി നൽകിയാൽ അസുഖം ഭേദമാക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഇതിന് ചുരുങ്ങിയത് 30 ലക്ഷം രൂപ ചെലവ് വരും. ഇതിനകം 11 ലക്ഷം രൂപ ഇതിന് പുറമെ ചെലവ് വന്നു. രവീന്ദ്രൻ്റെ തികച്ചും സാധാരണ കുടുംബത്തിന് ഈ ഭാരിച്ച തുക ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയില്ല. നാട്ടുകാർ യോഗം ചേർന്ന് വിപുലമായ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. K ജയരാജ് ചെയർമാനും P ഷിജിത്ത് കൺവീനറുമായ കമ്മിറ്റി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. താൽപ്പര്യമുള്ളവർ SBT പയ്യന്നൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 67 36 84 25 14 5, IFC കോഡ് SBTR 0000 259, വെള്ളൂർ ബാങ്ക് കണ്ടോത്തുമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 34 45 എന്നീ അക്കൗണ്ടുകളിൽ ധനസഹായം നിക്ഷേപിക്കാവുന്നതാണ്. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് KP നൂറുദ്ദീൻ സാഹിബിനെ അനുസ്മരിച്ചു. ടോപ്പ് ഹോം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ M നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ടൗൺ ബാങ്കുമായുള്ള പ്രവർത്തന പരിചയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഒരുപോലെ ബാങ്കിലെ ജീവനക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജീവനാഡിയും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ സ്ഥാപകനുമായ KP നൂറുദ്ദീൻ സാഹിബിനെ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ടോപ്പ് ഹോം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ MK രാജൻ, ജനറൽ മാനേജർ VPP ഉമ്മർ, ട്രഷറർ സുനിൽ TV, സെക്രട്ടറി VV രഞ്ജിത്ത്, പ്രസിഡന്റ് NV മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ടൗൺ ബാങ്ക് ജീവനക്കാരുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ഉദ്ഘാടകൻ അനുമോദിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ബാങ്കിലെ ക്ലാസ് മെമ്പർമാരുടെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ബാങ്കിൻ്റെ ഉപഹാര സമർപ്പണവുമാണ് ചടങ്ങിൽ നടന്നത്. സ്റ്റുഡൻസ് സേവിങ്സ് അക്കൗണ്ടിൽ കൂടുതൽ തുക നിക്ഷേപം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ പ്രോത്സാഹന സമ്മാന വിതരണവും നടത്തി. ബാങ്ക് പ്രസിഡന്റ് KM ബാലകേശവൻ അധ്യക്ഷനായി. T തമ്പാൻ, PV ഭാസ്കരൻ, MV ശശി, KP രമേശൻ, P ശശിധരൻ, P രവീന്ദ്രൻ, NK രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് M സതീശൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി. 6 വർഷത്തെ വേദനയ്ക്ക് വിട. കരിവള്ളൂർ കുണിയനിലെ വർണ്ണനയ്ക്ക് ഇനി സന്തോഷത്തിന്റെ നാളുകൾ. ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് ഒറ്റമൂലി ചികിത്സ വിജയം വരിച്ച കഥയാണ് വർണ്ണനയ്ക്ക് പറയുവാനുള്ളത്. AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കുണിയനിലെ KV വർണ്ണനയ്ക്ക് ഇനി വേദന സഹിക്കാതെ ക്ലാസ്സിലിരിക്കുന്നു പഠിക്കാം. 6 വർഷമായി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള കല്ലുകൾ അടിഞ്ഞുകൂടിയതിനാൽ വേദന സഹിച്ചായിരുന്നു വർണ്ണനയുടെ ജീവിതം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വയറുവേദന തുടങ്ങിയത്.
പയ്യന്നൂരിലുള്ള ഡോക്ടറെ കാണിച്ചു. സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാസിൽ കല്ലാണെന്ന് കണ്ടെത്തി. മരുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ കൈയൊഴിഞ്ഞു. തുടർന്ന് വിവിധയിടങ്ങളിൽ പരിശോധിച്ചുവെങ്കിലും 10,000 ചെലവായതല്ലാതെ ഒന്നും ചെയ്യാനായില്ല. കുറച്ചുകാലം യൂറിൻ തെറാപ്പിയും പരീക്ഷിച്ചു. 3 വർഷം ആയുർവേദ ചികിത്സ നടത്തിയെങ്കിലും ഫലം കാണുകയുണ്ടായില്ല. ഇതിനിടെയാണ് ആലപ്പുഴ ചേർത്തല മതിലകത്തെ മോഹനൻ വൈദ്യരെ കണ്ടത്. കുട്ടിയെ പരിശോധിച്ച് വൈദ്യർ 8 ദിവസത്തെ മരുന്ന് കുറിച്ചു കൊടുത്തു. 8ാം ദിവസം പാൻക്രിയാസിൽ അടിഞ്ഞുകൂടിയ കല്ലുകൾ പുറത്തു വന്നു. മരുന്നില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ വർണ്ണനയുടെ അസുഖം മാറിയ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോന്തർ ചെങ്ങളത്തെ ആദർശ് ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ CDS പ്രവർത്തകർ സ്വരൂപിച്ച തുക കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണനിൽ നിന്നും ചികിത്സാ കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ തുക ഏറ്റുവാങ്ങി. കണ്ടോന്തർ ചെങ്ങളത്തെ ആദർശ് എന്ന കുട്ടിയുടെ ചികിത്സാ ചെലവിലേക്കാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ CDS പ്രവർത്തകർ തുക സ്വരൂപിച്ച തുക കൈമാറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ ചികിത്സാ കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ മാസ്റ്റർക്ക് കൈമാറി നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ മോഹനൻ, ടി വി സുധാകരൻ, കെ ബിന്ദു, ചന്ദൻകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആലക്കാട് അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ 250ഓളം ഇറച്ചിക്കോഴികൾ ചത്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ADS ചെയർപേഴ്സൺ എം വി രാഖിയുടേതാണ് കോഴികൾ. ശനിയാഴ്ച രാവിലെയാണ് കോഴികൾ ചത്തൊടുങ്ങിയതായി കണ്ടത്. ഏതോ ജീവി ആക്രമിച്ചതാണെന്ന് കരുതുന്നു. കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്താണ് രാഖി ഇറച്ചിക്കോഴി വളർത്തി തുടങ്ങിയത്. 27 ദിവസത്തോളം പ്രായമായ കോഴികളായിരുന്നു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, പയ്യന്നൂർ നഗരസഭ വാർഡ് ശുചിത്വ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസും നടന്നു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, പയ്യന്നൂർ നഗരസഭാ വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. 22ാം വാർഡ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കാണ് പടിഞ്ഞാറേക്കര കണ്ടങ്ങാളിയിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസും പ്രതിരോധ ഗുളിക വിതരണവും നടത്തിയത്. വാർഡ് കൗൺസിലർ ശ്രീമതി സീമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ സെഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ E നന്ദകുമാർ, EV സന്തോഷ്, തൊഴിലുറപ്പ് പദ്ധതി മാറ്റ് രാജിനി VV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾ ശുചിത്വമുള്ളവയെ പരിപാലിക്കുവാൻ ഉടമസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണെന്നും അനുവദനീയമായതിൽ കൂടുതൽ ആളെ പാർപ്പിക്കുകയും ശുചിത്വം പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് കെട്ടിട ഉടമകൾ പിഴ, പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും പയ്യന്നൂർ നഗരസഭാ സെക്രട്ടറി അറിയിക്കുന്നു. കാണാം മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. വിദ്യാർത്ഥികൾ പാഠ്യപദ്ധതിക്ക് പുറത്തേക്കുള്ള വായനകളിൽ സജീവമാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റുലിയിൽ. കുട്ടികളുടെ വായനാശീലം ഇപ്പോൾ കുറഞ്ഞു വരുന്നതാണ്. അത് കൂടുതൽ വ്യാപിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. സ്കൂൾ ലൈബ്രറികളിലും സാധാരണ നാട്ടിൻപുറത്തുള്ള ലൈബ്രറികളിലുള്ള ബുക്കുകളെടുത്ത് പഠനത്തോടൊപ്പം തന്നെ ഇതും കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അധിക കുട്ടികളും കൈകാര്യം ചെയ്യുന്നത് മൊബൈൽ കൂടിയാണ്. നെറ്റിൽ ചാറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ജീവിതം തുലക്കുകയാണ് അധിക കുട്ടികളും ചെയ്യുന്നത്. മറ്റുള്ള പഠിപ്പൊന്നും മനസ്സിലാക്കുന്നില്ല കുട്ടികൾ. വായനശാലയിൽ പോകുന്നില്ല, വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നില്ല. അതൊന്നും കൂടി കുട്ടികൾ മനസ്സിലാക്കണം. അതൊക്കെ പറയാനുണ്ട്. കുട്ടികൾ എല്ലാ പുസ്തകവും വായിക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. കുട്ടികൾ എല്ലാ പുസ്തകവും വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും പുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോരോ പുസ്തകത്തിനും അതിൻ്റേതായ പ്രാധാന്യമാണ്. ആ പ്രാധാന്യമൊക്കെ കുട്ടികൾ പഠിച്ച് മനസ്സിലാക്കി വളർന്ന് നല്ല പൗരന്മാരായി വരികയും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ കുടുംബത്തോടും പ്രതിബദ്ധത കാണിക്കുകയും നല്ല പൗരന്മാരായി വളർന്ന് നമ്മളെ നാടിനെ സ്നേഹിക്കുകയും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഉത്തമ പൗരന്മാരായി വളർന്നു വരണം. അതിനുവേണ്ടി സർക്കാർ എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ടും നല്ല ഒരു കാര്യം തന്നെയാണ്. നേരത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നു. പാഠ്യപദ്ധതിയോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും മികവുലർത്തുന്നതിനാവശ്യമായിട്ട് എല്ലാ സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതാണ്. കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നന്നായിട്ട്
കൊണ്ടുവരാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നല്ല വിദ്യാർത്ഥികളായി മാറാൻ വേണ്ടി കഴിയുള്ളൂ. സാമൂഹ്യ പ്രതിബദ്ധത ഇന്ന് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞു വരികയാണ്. കലാകായിക വിഷയങ്ങളിലും അതുപോലെ പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റാൻ വേണ്ടി കഴിയും. അതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്കും അതുപോലെ അധ്യാപകർക്കുള്ള പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സ്വാഗതാർഹമാണ്. നേരത്തെ നമ്മൾ ഇടയിൽ വിട്ടുപോയ ഒരു കണ്ണി അദ്ദേഹം കൂട്ടിച്ചേർക്കാണെന്ന് തോന്നുന്നു. ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻട്രൻസ് കോച്ചിങ്, അതിനപ്പുറം കോച്ചിങ്ങായി മാത്രം എങ്ങനെയും കുട്ടി എൻട്രൻസ് എഴുതുക, ഡോക്ടറാവുക എന്നതാണ് നമ്മുടെ രക്ഷാക്കളുടെ കാഴ്ചപ്പാട്. വാസ്തവത്തിൽ നമുക്ക് ആവശ്യത്തിലേറെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യന്മാരെ പരസ്പരം കോർത്തിണക്കുന്ന ആ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികളെയാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിശ്ചയമായും ഈ ഒരു അഭിപ്രായം സ്വാഗതാർഹമാണ്. എല്ലാ മനുഷ്യരെ ഒന്നായി കാണാനും അവൻ്റെ സർഗാത്മക കഴിവ് വികസിപ്പിക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ പൂർണ്ണമായ വികാസം ഉണ്ടാകുന്നത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്രമരാഷ്ട്രീയത്തിൽ CPM-ഉം BJP-യും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് രാമന്തളി കുന്നരവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതതീവ്രവാദം തടയുക, നാടിനെ സംരക്ഷിക്കുക. CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി സൗഹാർദ്ദ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് വാർത്ത തുണിയായി പെരുവാമ്പ കാരപ്പള്ളി റോഡിന് ശാപമോക്ഷമാകുന്നു. എരിപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ ട്രാൻസ്ഫോമർ റോഡരികിൽ സ്ഥാപിക്കാൻ ശ്രമം കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളുമായി കുടുംബശ്രീ എത്തുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.